गुरुर्ब्रह्मा गुरुर्विष्णुर्गुरुर्देवो महेश्वरः गुरुः साक्षात् परब्रह्मा तस्मै श्रीगुरवे नमः. ഓം ശ്രീ സായിറാം. കൽക്കട്ടയിലെ സ്ത്രീകളുടെ ജയിലിൽ സായി ഭജന നടക്കുന്നു. ഒരു തടവുകാരി പാടുന്നതിനിടയിൽ കരയുന്നുണ്ട്. ഭജന കഴിഞ്ഞു. ആ തടവുകാരി അവിടെ വച്ചിരിക്കുന്ന ശ്രീരാമൻ്റെ ചിത്രത്തിന് മുന്നിൽ കിടന്ന് കരയുവാൻ ആരംഭിച്ചു. ഭജൻ ലീഡർ സുധാ മംസുദാർ ഒരു വിധത്തിൽ അവരെ പിടിച്ചെഴുന്നേൽപ്പിച്ച് തോളിൽ കിടത്തി. അവർ ഏറെ കരഞ്ഞു. അവരുടെ പേര് നിത്യ. വിഷം കൊടുത്ത് ഭർത്താവിനെ കൊലപ്പെടുത്തി എന്നതാണ് കുറ്റം. അതിന് നീണ്ട കാലത്തെ തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നു. സുധ അവരെ ആശ്വസിപ്പിച്ചു. പോകാൻ സമയം നാമരാമായണത്തിൻ്റെ ഒരു കോപ്പി അവർക്ക് കൊടുത്തു. എന്ന് ജപിക്കണമെന്നും പ്രത്യേകം പറഞ്ഞു. പിന്നീട് ജയിലിൽ ഭജനയ്ക്ക് ചെല്ലുമ്പോഴൊക്കെ ആകെ പരിവർത്തനം വന്ന നിത്യയെയാണ് കാണാറ്. പിന്നീട് കുറേ കാലം കഴിഞ്ഞിട്ടാണ് സുധാ മുസ്താർക്ക് ജയിലിൽ പോകാൻ സാധിച്ചത്. അപ്പോൾ നിത്യയെ അവിടെ കണ്ടില്ല. ജയിലധികൃതരോട് കാരണം തിരക്കി. അവർ പറഞ്ഞു, അന്നത്തെ സംഭവത്തിന് ശേഷം അവർ സദാ രാമനാമജപത്തിലായിരുന്നു. അതോടെ ജയിലിൽ എല്ലാവർക്കും സേവനം ചെയ്യാനുള്ള ആവേശം അവർ പ്രകടിപ്പിക്കാനും തുടങ്ങി. വിവരമറിഞ്ഞ് അധികാരികൾ അവരെ ശരിക്കും നിരീക്ഷിച്ചു. ഒടുവിൽ ശിക്ഷ ഇളവ് ചെയ്ത് സ്വതന്ത്രയാക്കുകയും ചെയ്തു. ജയ് സായിരാം. പാപ്പക്കട്ടെ ദുഃഖം വിടേ ഏക മന്ത്രരാം എന്ന് സ്വാമി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. നാം ജയിലിലും സ്കൂളിലും വീടുകളിലും നടത്തുന്ന നാമസങ്കീർത്തനം, ഭജന ഇവയുടെയൊക്കെ അലയൊലികൾ എത്രയോ ജീവന് രക്ഷയായി മാറുന്നു. ഈ സന്ദേശം പ്രചരിപ്പിക്കാനും പാടാനും പറയാനുമായിരിക്കട്ടെ നമ്മുടെ ജീവിതം. നമ്മുടെ അവരവരുടേതായ മേഖലകളിലൂടെ നമുക്കത് ചെയ്യാൻ സാധിക്കട്ടെ. അതിനായി ഭഗവാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ.